നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ സമ്പൂർണ്ണ ജയം സ്വന്തമാക്കാൻ LDF 10 വർഷത്തെ ഇടത് സർക്കാരിന്റെ ജില്ലയിലെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ജില്ലയിലെ MLAമാരുടെ പ്രവർത്തന മികവ് തന്നെയാണ് LDFന്റെ കരുത്ത്. അതേസമയം ജില്ലയിലെ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യവുമായി ജില്ലയിൽ നടപ്പിലാക്കിയ വികസന മുന്നേറ്റങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് LDF ജില്ലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ മിന്നൽ വേഗത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. തോട്ടം തൊഴിലാളികളടക്കമുള്ള അടിസ്ഥാനവർഗം 5ാം തവണയും ദേവികുളം മണ്ഡലത്തെ ഇടതുപക്ഷത്തിനൊപ്പം ചേർത്ത് നിർത്തുമെന്ന് LDF സ്ഥാനാർത്ഥി A. രാജ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലം വീണ്ടും 5ാം തവണയും ചോപ്പിച്ച് നിർത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് ആദ്യമായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥിയാകുന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കുര്യച്ചൻ അന്ന് ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, ഈ മണ്ഡലം ദേവികുളം എപ്പോഴും തോട്ടം തൊഴിലാളികളുടെ മണ്ഡലമാണ്. ഒരു വർഗീയ ശക്തിക്കും അതിൽ നിന്ന് ഈ മണ്ഡലത്തെ പിടിച്ചു മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മണ്ഡലം വിജയിച്ചിരിക്കും. കഴിഞ്ഞ 20 വർഷക്കാലമായി LDF ജനപ്രതിനിധികൾ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് K. സലീംകുമാർ പറഞ്ഞു. വാരൂർ സോമൻ തുടങ്ങി വെച്ച വികസനങ്ങൾ പൂർത്തിയാക്കുക മാത്രമല്ല, ഈ മണ്ഡലത്തിൽ 1100 കോടി രൂപയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് എല്ലാ അടിസ്ഥാന മേഖലകളിലും എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെ ഈ മണ്ഡലത്തിൻ്റെ വിജയം സുനിശ്ചിതമാക്കുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തോട്ടം മേഖലയിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒട്ടനവധിയായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ചില തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുന്നുണ്ട്, ചില തോട്ടങ്ങളിൽ പ്രവർത്തനം തൃപ്തികരമായിട്ടല്ല നടക്കുന്നത് എന്നുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തോട്ടം തൊഴിലാളികളെ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ നവീകരിക്കുവാൻ വേണ്ടി 20 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചിട്ടും ജില്ലയിലെ സീറ്റ് ചർച്ചകൾ പോലും പൂർത്തിയാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും സീറ്റിനായി വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. തൊടുപുഴ മണ്ഡലത്തിൽ PJ ജോസഫ് മത്സരിക്കുമോ, മകനായി വഴിമാറിക്കൊടുക്കുമോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തുവാൻ കേരള കോൺഗ്രസിനോ UDF മുന്നണിക്കോ കഴിഞ്ഞിട്ടില്ല. കൈരളി ന്യൂസ്, ഇടുക്കി.